രാത്രി 12 മണിക്ക് ജാസ്മിൻ എവിടെ കിടക്കുന്ന നിശ്ചയമില്ല. അപ്പോൾ ഡെന്നിൽ വന്നിട്ട് കുറേ കാരണം ജിൻഡോ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ നോര ഇവിടെ കിടക്കുന്ന നോര അതുപോലെ എണീറ്റ് പോയി. അപ്പോൾ ലാസ്റ്റ് ജിൻഡോ മാത്രമായിരുന്നു. അപ്പോൾ ജാസ്മിൻ അവിടെ കുറേ നേരം എന്നാൽ പിന്നെ ജിൻഡോ ചേട്ടനടുത്ത് കുറേ നേരം എന്നിട്ട് സംസാരിക്കാൻ എന്നിട്ട് അവിടെ കുറേ നേരം കമ്പനി കൂടി. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഒരു അപൂർവ നിമിഷങ്ങൾ തന്നെ പറയാം. കാരണം രാത്രി ഇവർ കീരിയും പാമ്പിനെ പോലെ എപ്പോൾ നോക്കിയാലും അടിയും പിടിയും പിന്നെ എന്തെങ്കിലും റീസൺ കണ്ടുപിടിച്ച് അപ്പം അടി വിടും. ജാസ്മിനൊക്കെ പറഞ്ഞാൽ വെറുതെങ്കിലും ഒരു റീസണില്ല. എന്താ പറയുക, ജിൻഡോ ആണെങ്കിൽ എന്നാൽ പിന്നെ എന്താണ് എന്താ കാണിക്കുക, ഇയാൾ ആരാ എന്നിട്ട് ഇങ്ങനെ ഒരു റീസൺ ഇല്ലാണ്ട് അത് കിച്ചണായാലും ശരി, അത് ഫ്ലോറായാലും ശരി, അല്ലെങ്കിൽ വെറുതെ സംസാരത്തിലാണ് ഇരിക്കുകയാണെങ്കിൽ ശരി, വെറുതെ ജിൻഡോനെ ഇട്ടിങ്ങനെ ചൊറിയാൻ നോക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവട്ടെ, പക്ഷെ അത് കേൾക്കില്ല. പക്ഷെ എന്നാലും അതെല്ലാം കഴിഞ്ഞാലും രാത്രി ഇതാണ്ട അപ്പോൾ ഈ കിടക്കുന്നത് ഇത് കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഇവർ സംസാരിക്കുന്നതാ കുടുംബകാര്യങ്ങൾ സംസാരിക്കുക, ഞാനെങ്ങനെയായിരുന്നു. അപ്പോൾ ജിൻഡോ ആണെങ്കിൽ കാരണം ജിൻഡോ അങ്ങനെ വഴക്കിന് പോകുന്ന കാര്യമില്ല. അത് കഴിഞ്ഞാൽ ജിൻഡോ വന്നിട്ട് നോർമൽ സാധാരണ ഒരു മനുഷ്യനെ മാറുകയാണ്. അപ്പോൾ പിന്നെ അത് എത്ര വഴക്കൂട്ടാലും ശരി, ഇപ്പോൾ നേരത്തെ അപ്സൈഡായിട്ടുണ്ടായിരുന്നു, അതേപോലെ അപ്സൈഡ് വഴക്ക് കൂടിയതിന് ശേഷം അപ്പോൾ പിന്നെയും കിച്ചണിൽ ജിൻഡോ പ്ലേറ്റ് കഴുകുമ്പോൾ അപ്സര വന്ന് ചോദിച്ചു, എന്താണോ ഇവിടെ നിൽക്കുന്നത്, എന്താ ജിൻഡോ ചേട്ടാ ഇവിടെ നിൽക്കുന്നു, അപ്പോൾ എൻ്റെ പ്ലേറ്റ് കഴുകി തരുമോ. അപ്പോൾ കണ്ടോ ഞാൻ കഴുകി തരാം എന്ന് ജിൻഡോ പറഞ്ഞിട്ട് കണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്സര എന്ത് ചെയ്ത് നേരെ ജാസ്മിൻ്റെ പോയി പറയാം, കണ്ട എത്ര കിട്ടിയിട്ടും മതിയാവില്ല, പിന്നെ വന്നിട്ട് ചോദിച്ച് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്, എത്ര നാണമില്ലാത്ത മനുഷ്യന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ അപ്സര അന്ന് തന്നെ അവിടുന്ന് ഔട്ടായിപ്പോയി. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ജിൻഡോൻ്റെ കാര്യങ്ങൾ ജിൻഡോ വന്നിട്ട് വളരെ സിമ്പിളാണ്. ആ സമയം അപ്പം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ ഉണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കും. ആരെങ്കിലും വിശ്വസിക്കുമോ? മനസ്സ് തുറന്ന് സംസാരിക്കാൻ. ഇനിയിപ്പോൾ എന്തായിരിക്കും, നേരം പുലർന്നാൽ വീണ്ടും അടിയായിരിക്കും. ഇപ്പോൾ കാണാൻ ഇന്നുണ്ട് ഭയങ്കര പൊരിഞ്ഞടി ഇന്നുണ്ട്. അപ്പോൾ ഇതൊന്നും രാത്രി നടന്നെന്ന് അവർക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മൾ ഇത്രയും സൗഹൃദമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ഇതാണ് ജിൻഡോ ജാസ്മിനും.